മീനാക്ഷി, ആദ്യ ചിത്രം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും കാത്തിരിപ്പാണ് അല്ലെ? ഏതൊരു സിനിമ പ്രേമിയുടെ ആഗ്രഹമാണ് ആദ്യ സിനിമ സംഭവിക്കുന്നത്. പക്ഷേ പൊതുവെ നമ്മൾ പറയും ആദ്യ സിനിമയുടെ വിജയം എന്നുള്ളത് സംഭവിച്ചേക്കാം, അതിനേക്കാൾ ഉപരി നമുക്ക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കുറെ കൂടി ഇതിന്റെ ഭാരം കൂടുന്നത് അടുത്തൊരു ചിത്രത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ ഭാരം എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരുന്നോ? ഉണ്ടോ? അങ്ങനെ അത്രയും പറയാറായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും, കാരണം എനിക്ക് തോന്നുന്നു ഒരു സിനിമയ്ക്ക് മുമ്പും ശേഷവും സംസാരിക്കും. അപ്പോൾ വാഴ എന്നൊരു സിനിമയ്ക്ക് മുമ്പ് സംസാരിച്ചത് എന്തായിരുന്നു, അതിനപ്പുറത്തേക്ക് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൂടുതൽ സംസാരിച്ച മീനാക്ഷി എന്നൊരു ക്യാരക്ടറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഒരു വിജയത്തിനോളം തന്നെ തുല്യമല്ലേ? അപ്പോൾ ഉണ്ട്. അപ്പോൾ പറയാം. അങ്ങനെ എന്തായാലും നമ്മൾ ഒരു പടം സക്സസ് ആയി കഴിയുമ്പോൾ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്തായാലും വരും. അതുണ്ടായിരുന്നു. പക്ഷെ ഡൊമിനിക്കിലേക്ക് വരുമ്പോൾ എനിക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം മാസ്റ്റേഴ്സ് ആണ് ഇവരെല്ലാവരും. ഗൗതം സർ ആയാലും മമ്മൂക്കയാണ്, മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. അപ്പൊ അത് എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. ആസ് എ ബിഗിനർ ഇതെനിക്ക് ശരിക്കൊരു മാജിക് അല്ലേ? കറക്റ്റ് നിൽക്കുന്ന ഒരു ഇതാണ്. ഈ ഒരു ഓഫർ വന്ന സമയത്ത് എവിടേക്കും ഇതൊരു പോയിന്റ് റിയലൈസ് ചെയ്യാൻ സമയം എടുത്തോ? എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് ആക്ച്വലി ഭയങ്കര കുറച്ച് ദിവസമേ ഉള്ളൂ വർക്ക് ചെയ്യാൻ. അത് ഞാനിപ്പോ സാറിന്റെ അടുത്ത് ലാസ്റ്റ് ഡേയും പറയുന്നുണ്ടായി, എനിക്ക് ഇനി കുറെ ദിവസമുള്ള പ്രോജക്റ്റ് വിളിക്കാം. ഞാൻ ചോദിച്ചു കേട്ടോ, ഇവിടെ ചോദിച്ചു. ഞാൻ അവസരം സമയമൊന്നും നോക്കാറില്ല, ഞാൻ ചോദിക്കാറുണ്ട്. സാറ് അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് സർ കെയിം ടു മീ. സാറിന് ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. സർ കെയിം ടു മീ, എൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, സർ കുറച്ചു ദിവസം കൂടുതലുള്ള പ്രോജക്റ്റ് എനിക്ക് ഇനിയും വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പരിഗണിക്കണം അല്ലെ? ഒരു വിനയത്താണ്ടി വരെ പോലെ പാട്ടിലൊക്കെ അതേപോലെ വരണമെന്നൊരാഗ്രഹം സമ്മതിച്ചേക്ക്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയാണെന്ന് പറയുമ്പോഴും ഇതൊരു സൗത്ത് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ ഇതിന്റെ ഭാഗമുണ്ട്. ഇപ്പോൾ ശരിക്കും മലയാളം തമിഴിൽ എത്തി നിൽക്കുന്നതിന് ഒരു കന്നഡയിലേക്ക് എത്തിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നത് സുഷ്മിതയാണ് അല്ലെ? ശരിക്കും അതിൽ കാണുന്ന ഒരു പരിവേഷത്തിലേക്ക് ഭയങ്കരമായിട്ടൊരു ലുക്ക്, ട്രഡീഷണൽ ലുക്കിലാണെങ്കിൽ ഒരു ഡാൻസറാണെങ്കിലും കിട്ടുന്ന ഒരു ഫീൽ ഭയങ്കര ഒരു അടിപൊളി പരിപാടിയാണ്. സോ എന്താ ശരിക്കും ഒരു സിനിമ നൽകുന്നൊരു experience wise, yeah, I of course when they narrated the character to me, I absolutely fell in love with it. Like, this is like, oh, okay, I want to do this. And then like lucky I got through also. And then my focus was to just give my 100%, be sincere to my work and then get it done. And there were a lot of inputs from like the whole team, so including everyone. So mine was just to take in, be like a sponge, absorb everything and then give my best. And മീനാക്ഷി, ഇപ്പോൾ ഈ സമകാലീനമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ നായകന്മാർക്ക് കുറേ കൂടി പ്രാധാന്യമുള്ള കുറേ വേഷങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രമാണെങ്കിൽ പോലും ഏറ്റവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രേഖാചിത്രം ഉൾപ്പെടെ അനശ്വരാണ് ചെയ്ത കഥാപാത്രങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. മീനാക്ഷിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു നായികയായിട്ട് ഒരു ലീഡ് റോൾ ചെയ്യുന്ന സമയത്ത് ഒരു മുഴുനീള കഥാപാത്രം കിട്ടുന്നതാണോ, വളരെ സമയപരിധിക്കുള്ളിൽ ചെയ്യുന്ന റോൾ പെർഫോം ചെയ്യാനുള്ള ലെവൽ ഉണ്ടാവണം, എന്തിനാ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്? അങ്ങനെ മുഴുനീള ക്യാരക്ടർ അങ്ങനെയല്ല ഞാൻ നോക്കി ചെയ്യുന്നത്. ആ ക്യാരക്ടറിന് ആദ്യം ആ കഥ കേൾക്കും. കഥ കേട്ടിട്ട് ആ ക്യാരക്ടറിന് ആ കഥയിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിപ്പോ ഒരു 2 സീനാണെങ്കിൽ പോലും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ഫുൾ ലെങ്ത് വേണമെന്ന് അത്ര നിർബന്ധമില്ല. പെർഫോം ചെയ്യാൻ എത്രത്തോളം ഉണ്ട്? ഇനി അങ്ങനെ ഒന്നുമില്ല, ചെറിയൊരു വേഷമാണ്, ഒറ്റ സീനിലുള്ളൂ, പക്ഷെ കുറേയേറെ ലെജൻഡറി ആക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫിൽം മേക്കേഴ്സിന്റെ ക്രൂ ഉണ്ട്, എങ്കിൽ കണ്ണടച്ചൊക്കെ പറയുമ്പോ ചിലപ്പോ മൊത്തം തിരുത്തി അറിഞ്ഞൂടാ. അല്ല, അങ്ങനെയല്ല. ഞാൻ കഥയും കഥാപാത്രമാണ് എപ്പോഴും നോക്കുന്നത്. ഡെഫിനറ്റ്ലി ടീമും നോക്കും. എല്ലാം കൂടെ ഒത്തു വന്ന് ഒരു ഇൻറ്റ്യൂഷൻ ആണല്ലോ എല്ലാം. ഒരു ഗട്ട് ഫീലിംഗിൽ ഉണ്ടാവും. എത്ര നമ്മൾ കേട്ടാലും ഗട്ട് ഫീലിംഗ് പറയും, ഓക്കെ പോയി ചെയ്യും.